ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ്. അപ്പൊ പ്രഭു മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധം പറയാറുണ്ട്. ഇപ്പോൾ ഒരു വേളയിൽ മൂലപ്രകൃതി മാതാജിയും പ്രഭുപാദും തമ്മിലൊരു കോൺവെർസേഷനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. മാതാജി ഒരു നല്ലൊരു ബുക്ക് ഡിസ്ട്രിബ്യൂട്ടറാണ്, ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഡിസ്ട്രിബ്യൂട്ടറാണ് മാജി. അപ്പം മാജി ഒരു വട്ടം ജപ്പാനിലേക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഹവായിൽ വെച്ച് പ്രഭുപാദിനെ കണ്ടുമുട്ടുണ്ടായി. അപ്പം പ്രഭുപാദ് അവർ അപ്പാർട്ട്മെന്റിലേക്ക് വരാനോ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മാതാജിയോട് പ്രഭുപാദ് ഇങ്ങനെ സംസാരിച്ചു. എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പം മാജിക്ക് ഉണ്ടായിരുന്ന ചില സംശയങ്ങൾ പ്രഭുപാദിനോട് ചോദിച്ചു. അപ്പോൾ ഒന്ന്, ഒരു വൈദിക സംസ്കാരത്തില് സ്ത്രീകൾ എപ്പോഴും ഹമ്പിളായിട്ട് സബ്മിസീവായിട്ടിരിക്കണം എന്ന് പറയും. അപ്പം പക്ഷെ എയർപോർട്ടിലൊക്കെ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അഗ്രസീവായിട്ട് വേണം ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പം പ്രഭുപാദ് ആ സമയത്താണ് ആ ഒരു പറഞ്ഞത് ലയൺ അറ്റ് ചേസ് ആൻഡ് ലാംബ് അറ്റ് ഹോം എന്ന് പറഞ്ഞത്. ഒരു ചേസ് സമയത്ത് ലയണിനെ പോലെ ആയിരിക്കണം, പക്ഷെ നമ്മൾ വീട്ടിൽ ഡിവോട്ടീസിന്റെ ഇടയിൽ ഏറ്റവും ഹമ്പിളായിട്ട് തന്നെ പെരുമാറണം എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പറഞ്ഞൊരു കാര്യമാണ്, പ്രഭുപാദ് പറഞ്ഞു ഈ കലിയുഗത്തില് ഒരു വുമൺ ബോഡി സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് തന്നെ കാരണം പറഞ്ഞത്, ഈ കലിയുഗത്തില് പ്രത്യേകിച്ചും മെന്നിനോട്, ആണുങ്ങളോട് ആർക്കും ട്രസ്റ്റ് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിളായിട്ട് പ്രഭുപാദ് അതിന് ആ മാജിക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സാധനം നമ്മൾ ഒരു സ്ഥലത്ത് കൊടുക്കാനായിട്ട് പോവാണെന്ന് വിചാരിക്കുക, ഓരോ വീടുകളിൽ കൊടുക്കാനായിട്ട് പോവാം. അപ്പോൾ ആണുങ്ങളെ കാണുകയാണെങ്കിൽ അവർ ആ ഡോറ് തുറക്കത്തില്ല, അവർ അത്രയും ട്രസ്റ്റ് കൊടുക്കത്തില്ല. പക്ഷെ ഒരു വുമൺ ആണെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ ഡോറ് തുറക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പ്രഭുപാദ് ഒരു എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ബ്രഹ്മി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞൊരു ആ സമയത്തും ഉണ്ടായിരുന്നു. അപ്പം അത് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധി വരും എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് പ്രഭുപാദ് തന്നെ പറഞ്ഞു അത് പ്രൂവ്ഡ് ഒന്നും അല്ല. പക്ഷെ അതിന്റെ പ്രൊപ്പറേറ്റർ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ലേഡീസിനെ ഇതിന്റെ പ്രൊപ്പഗേഷൻ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു. അപ്പം ആ മാതാജിമാര് വീടുകളിൽ നോക്കുകയും ഈ ഓയിലിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവര് അത് ഒരുപാട് അതിന് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ അത് ഒരുപാട് സക്സസ് ആയിട്ട് മാറിയെന്നാണ്. അപ്പം അത് അങ്ങനെയാണ് പ്രഭുപാദ് മൂലപ്രകൃതി മാജിയോട് പറഞ്ഞത്. അപ്പം ഈ കലിയുഗത്തിൽ ഒരു വുമൺ ബോഡി ഏറ്റവും നല്ലതാണ്, സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ നമ്മളെ ട്രസ്റ്റ് ചെയ്യും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ മാജിയ പ്രഭുപാദ് സ്പിരിച്വലി എൻകറേജ് ചെയ്യുകയുണ്ടായി.